ഉപ്പ് കൂടി വിതറുകയാണെങ്കിൽ അതൊട്ടും പൂത്ത് പോകാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ തോനെ പൊടിച്ച് വെക്കുന്ന സമയത്ത് അത് കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടികൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ തക്കാളിയൊക്കെ മേടിച്ചിട്ട് തോനെ വെക്കുന്ന സമയത്തിന് അത് കെട്ട് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് പുറത്ത് വെച്ചാലും ചീത്തയാവില്ല. അപ്പോൾ ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ല എങ്കിൽ നമുക്ക് പുറത്ത് വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. ഇത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. ആ ഞെട്ട് ഭാഗത്ത് വേണം ഉപ്പ് നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഉള്ളികൾ, അത് ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും നമ്മൾ ഒരുപാട് മേടിച്ച് വെക്കുന്ന സമയത്ത് ഒരെണ്ണം കെട്ടുപോയാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചീഞ്ഞ് പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ, അത് പേപ്പർ വേണം ഇട്ട് കൊടുക്കാം, പ്ലാസ്റ്റിക് പേപ്പറൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ റവയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് റവയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാതെ മാറ്റി വയ്ക്കുമ്പോഴത്തേന് പുഴു കയറി പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും ആ റവ അതേപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി മാത്രം മതി. എന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ പഞ്ചസാര നമ്മൾ മേടിച്ച് വെക്കുമ്പോഴത്തേന് പഞ്ചസാര അലിഞ്ഞു പോകും അല്ലേ. അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര അടച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ. പഞ്ചസാര അലിഞ്ഞു പോവുകയോ കട്ട പിടിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ മേടിച്ച് വെക്കുന്ന സമയത്ത് കണിച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കണിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എത്ര നാൾ വേണേലും ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അത് കണിച്ച് പോവുകയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്വല്പം ഉപ്പ് മാത്രം മതി, അതിനകത്തോട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനകത്തോട്ട് അലിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കോളും. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുടംപുളിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് കുടംപുളിയാണെങ്കിലും പിഴുപുളിയാണെങ്കിലും ഒത്തിരി വർഷം തോനെയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വർഷം ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടി കുടഞ്ഞിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി, എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് പുളികൾ ഇരുന്നോളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഷായിട്ടിരുന്നോളൂ. അതേപോലെ ഉഴുന്ന് പരിപ്പ്, കടല, അതേപോലത്തെ പരിപ്പ് വർഗ്ഗങ്ങൾക്കാണെങ്കിലും നമ്മൾ അതിനകത്ത് ഉളറ് കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്വല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒട്ടും ചീത്തയാവാതിരുന്നോളും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് പൊടി ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കത്രികയൊക്കെ മുറിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം കത്രിക എത്ര മൂർച്ചയില്ലാത്ത തുരുമ്പിച്ച കത്രികയാണെങ്കിലും അത് നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കേട്ടോ.